നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്ഫോടനാത്മകമായ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ മലയാള സിനിമയിലെ മുൻനിര താരങ്ങളുടെ പ്രതികരണമായിരുന്നു കേരളം ഉറ്റുനോക്കിയിരുന്നത്. എന്നാൽ വിവാദങ്ങൾക്ക് മറുപടി പറയാതെ പല താരങ്ങളും ഒഴിഞ്ഞുമാറിയെങ്കിലും മോഹൻലാലും മമ്മൂട്ടിയും അവ്യക്തമായി ചില മറുപടികൾ നൽകി ഒഴിഞ്ഞുമാറി. ഇവയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സോഷ്യൽ മീഡിയയിൽ ഫാൻസ് ഏറ്റുമുട്ടുന്നതിനിടെ തെന്നിന്ത്യൻ ചലച്ചിത്ര അഭിനേത്രിയും ഹേമ കമ്മിറ്റി അംഗം കൂടിയായ നടി ശാരദയും നടി ഷീലയും ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണം വിവാദങ്ങൾക്ക് വഴിവെക്കുകയാണ്. ലൈംഗികാതിക്രമം എല്ലാ കാലത്തും സിനിമയിൽ ഉണ്ടായിരുന്നതായാണ് ശാരദയുടെ പ്രതികരണം. തന്റെ കാലത്ത് ആളുകൾ മൗനം പാലിച്ചു. അഭിമാനത്തെ കരുതിയും ഭയം കാരണവും അന്ന് പുറത്തു പറഞ്ഞില്ലെന്നാണ് ശാരദ വ്യക്തമാക്കിയത്. എന്നാൽ വിദ്യാഭ്യാസമുള്ള ഇന്നത്തെ തലമുറയ്ക്ക് ദുരനുഭവങ്ങൾ തുറന്നു പറയാൻ ധൈര്യമുണ്ടായി. അതിൽ അഭിമാനമുണ്ടെന്നും റിപ്പോർട്ടിനെ തുടർന്ന് ഇപ്പോൾ വരുന്ന വെളിപ്പെടുത്തലുകൾ ഷോ ആണെന്നും ശാരദ ആരോപിച്ചു. എല്ലാവരും ഇപ്പോൾ ചിന്തിക്കേണ്ടത് വയനാടിനെ കുറിച്ചാണെന്നും അവർ പറഞ്ഞു. ഈ റിപ്പോർട്ടിന് പ്രാധാന്യമുണ്ടല്ലോ എന്ന ചോദ്യത്തിന് ഹേമ മാഡം വളരെ നല്ല ആളാണെന്നും അവരോട് ചോദിച്ചാൽ വിവരം തരുമെന്നുമായിരുന്നു ശാരദയുടെ മറുപടി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിൽ തനിക്ക് യാതൊരു താല്പര്യവുമില്ല. റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിലൂടെ ജോലിയില്ലാത്തവർക്കൊരു ജോലിയാവും. താൻ സിനിമ വിട്ടിട്ട് 15 വർഷമായെന്നും ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ല എന്നും ശാരദ പറഞ്ഞു. 5-6 വർഷം മുമ്പ് നടന്ന തെളിവെടുപ്പിനെ കുറിച്ചും റിപ്പോർട്ടിൽ താൻ എഴുതിയ കാര്യങ്ങളെക്കുറിച്ചും ഓർമ്മയില്ലെന്നാണ് ശാരദ പറയുന്നത്. പതിറ്റാണ്ടുകളിലെ സിനിമ അനുഭവ സമ്പത്തുള്ള നടി ഷീല തനിക്ക് ദുരനുഭവം ഉണ്ടായിട്ടില്ല എന്നും എന്നാൽ സെറ്റിൽ ചില സ്ത്രീകൾ അവർ നേരിട്ട മോശം അനുഭവങ്ങളെക്കുറിച്ച് പരസ്പരം സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അന്നൊന്നും അത് പുറത്തു പറയാനുള്ള അവസരങ്ങളോ സാഹചര്യങ്ങളോ ഉണ്ടായിരുന്നില്ലെന്നും പ്രതികരിച്ചു. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക് വേണ്ടി WCC ഒരുപാട് പ്രയത്നിക്കുന്നുണ്ടെന്നും അവരെക്കുറിച്ച് അഭിമാനമാണെന്നും ഷീല പറഞ്ഞു. ഹേമ കമ്മിറ്റി നിയമിക്കുകയും സ്ത്രീകൾക്ക് സംസാരിക്കാൻ അവസരമൊരുക്കുകയും ചെയ്ത സർക്കാരിനെ അഭിനന്ദിക്കുന്നതായും നേരിട്ട് ദുരനുഭവങ്ങൾ നടിമാർ ധൈര്യത്തോടെ തുറന്നു പറയണമെന്ന് നടി ഷീല പ്രതികരിച്ചു. ജസ്റ്റിസ് ഹേമ കമ്മീഷനിലെ അംഗം കൂടിയായിരുന്നു നടിയായ ശാരദ. ഏറെക്കാലത്തെ ആവശ്യത്തിനു ശേഷമാണ് കഴിഞ്ഞ മാസം റിപ്പോർട്ടിന്റെ ഭാഗികമായ രൂപം സർക്കാർ പുറത്തുവിട്ടത്. എന്നാൽ ആരോപണ വിധേയരായവരെ കുറിച്ചുള്ള പരാമർശങ്ങളും മൊഴി നൽകിയവരുടെ വെളിപ്പെടുത്തലുകളും ഉൾപ്പെടെ ഒഴിവാക്കിയ ശേഷമുള്ള ഭാഗം മാത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തെ തുടർന്ന് മലയാള സിനിമയിലെ സ്ത്രീകളെ സംഘടനയായ വിമൺ ഇൻ സിനിമ കളക്ടീവിന്റെ ആവശ്യം പരിഗണിച്ചാണ് 2017 നവംബർ 16 സർക്കാർ ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായി കമ്മിറ്റി രൂപീകരിച്ചത്. അതിനിടെ ബിഗ് ബോസ് മലയാളം സീസൺ 6 മത്സരാർത്ഥിയെത്തി പ്രേക്ഷകർക്ക് സുപരിചിതയായ ഗായികയും നടിയുമായ മനീഷ KS തനിക്കും സഹപ്രവർത്തകനിൽ നിന്ന് മോശം അനുഭവമുണ്ടായത് വെളിപ്പെടുത്തി. അന്ന് താൻ പ്രതികരിച്ച സംഭവത്തിൽ തീർപ്പുണ്ടാക്കിയെന്നും പ്രതികരിക്കാനുള്ള ശേഷി എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകണമെന്നും മനീഷ പറയുന്നു. ശരിക്കുള്ള ഇരകൾക്ക് നീതി ലഭിക്കണമെന്ന് മനീഷ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.